ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എ.കെ. രാമാനുജൻ എഴുതിയ എ റിവർ എന്ന കവിതയാണ്. ഈ കവിത 1966 പുറത്തിറങ്ങിയ ദ സ്ട്രൈഡേഴ്സ് എന്ന സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എ.കെ. രാമാനുജനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പോയറ്റായിരുന്നു, സ്കോളറായിരുന്നു, ലിംഗ്വിസ്റ്റ് ആയിരുന്നു. അതുപോലെ അദ്ദേഹം ഏതൊക്കെ ഭാഷകൾ എഴുതിയിരുന്നു? ഇംഗ്ലീഷിലും കന്നഡയിലും. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാന കവികളിൽ ഒരാളാണ് എ.കെ. രാമാനുജൻ. ഇനി നമുക്ക് അദ്ദേഹം എഴുതിയ എ റിവർ എന്ന കവിത ഡിസ്കസ് ചെയ്യാം. ഇൻ മധുരൈ, സിറ്റി ഓഫ് ടെമ്പിൾസ് ആൻഡ് പോയറ്റ്സ് ഹു സാങ് ഓഫ് സിറ്റീസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ ആദ്യ വരിയിൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ കവിതയുടെ പശ്ചാത്തലം ഏത് സ്ഥലമാണ്? മധുര എന്ന നഗരമാണ്. ഇൻ മധുരൈ, സിറ്റി ഓഫ് ടെമ്പിൾസ് ആൻഡ് പോയറ്റ്സ്. എങ്ങനെയുള്ള നഗരമാണ് മധുര എന്നാണ് പറയുന്നത്? മധുര എന്ന സ്ഥലം ക്ഷേത്രങ്ങളാലും പഴയ കവികളാലും പേരുകേട്ട പ്രശസ്തമായ നഗരമാണ്. ഹു സാങ് ഓഫ് സിറ്റീസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ പഴയ കവികൾ നഗരത്തെയും ക്ഷേത്രങ്ങളെയും കുറിച്ച് പുകഴ്ത്തി പാടിയിരുന്നു. അപ്പോൾ അവർ പ്രേസ് ചെയ്തത് സിറ്റിയുടെ ബ്യൂട്ടിയെയും സിറ്റിയുടെ ഗ്രേറ്റ്നെസ്സിനെയും കുറിച്ചാണ്, മറിച്ച് ഓർഡിനറി പീപ്പിളിനെ കുറിച്ചല്ല എന്ന് എ.കെ. രാമാനുജൻ ആ ഫസ്റ്റ് വരികളിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എവരി സമ്മർ എ റിവർ ഡ്രൈസ് ടു ട്രിക്കിൾ ഇൻ ദ സാൻഡ് ബെയറിംഗ് ദ സാൻഡ് ഡ്രിപ്സ്. അപ്പോൾ എവരി സമ്മർ, ഓരോ വേനലിലും എന്ത് സംഭവിക്കുമെന്നാണ് കവി പറയുന്നത്? എവരി സമ്മർ സീസൺ ദ ഡ്രൗട്ട് ഹാപ്പൻസ്. അപ്പോൾ ട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റിറ്റ് വീഴുക എന്ന് നമ്മൾ പറയാറില്ലേ? വാട്ടർ ബിഗൻ ടു ട്രിക്കിൾ ഫ്രം ദ പൈപ്പ്, അതായത് പൈപ്പിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി എന്ന് നമ്മൾ പറയത്തില്ലേ? അതാണ്. ഓക്കെ. അപ്പോൾ എ റിവർ ഡ്രൈസ് ടു ട്രിക്കിൾ. അപ്പോൾ ഇവിടെ വേനലിൽ നദി വളരെ ചെറുതായി മാറുന്നു, അതായത് ചെറിയ വെള്ളധാര മാത്രം ഒഴുകുന്നു. അപ്പം പവർഫുള്ളും ഭയങ്കര സൗന്ദര്യത്താലും ഒഴുകിയത് നദിയുടെ അവസ്ഥ എന്താണ്? വീക്കും ഒരു ലൈഫ്ലെസ്സുമായിട്ട് പോകുന്നു. അതായത് ഡ്രൗട്ട് കാരണം അത് നദി വറ്റിപ്പോകുന്ന അവസ്ഥ. ബെയറിംഗ് ദ സാൻഡ് ഡ്രിപ്സ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ബെയർനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഡീക്കാണ് ഇവിടെ ഇതിൽ വരച്ച് കാട്ടുന്നത് കവി. ബെയറിംഗ് ദ സാൻഡ് ഡ്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാട്ടർ ഡ്രൈസ് സോ മച്ച്. അപ്പോൾ വെള്ളം കുറയുമ്പോൾ നമുക്കറിയാം മണൽ പുറത്ത് കാണാം. ഈ ഒരു വരിയിലൂടെ കവി പറഞ്ഞു തരുന്ന ആ നദിയുടെ ദുർബലാവസ്ഥയാണ് വരച്ച് കാണിക്കുന്നത്. സ്ട്രോ ആൻഡ് വിമൻസ് ഹെയർ ക്ലോഗിങ് ദ വാട്ടർ ഗേറ്റ്സ് അറ്റ് ദ റസ്റ്റി ബാർസ് അണ്ടർ ദ ബ്രിഡ്ജസ് വിത്ത് പാച്ചസ് ഓഫ് റിപ്പയർ ഓൾ ഓവർ ദം. അപ്പോൾ ക്ലോഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ്. അപ്പോൾ എന്തെല്ലാം കാരണമാണ് ആ വാട്ടർ ഗേറ്റ്സ് ബ്ലോക്ക് ആകുന്നത്? സ്ട്രോ എന്ന് പറയുമ്പോൾ ഉണങ്ങിയ പുല്ല്. അതുപോലെ വിമൻസ് ഹെയർ, അത് സ്ത്രീകളുടെ മുടി. മാലിന്യങ്ങളെല്ലാം കാരണം ആ വാട്ടർ ഗേറ്റ്സ് എല്ലാം ബ്ലോക്കായി. അപ്പോൾ ഹ്യൂമൻ വേസ്റ്റ് ബ്ലോക്സ് ദ നാച്ചുറൽ ഫ്ലോ. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഓഫ് കെയർലെസ്നെസ് ഉണ്ട്. അതുപോലെ അടുത്ത പറയുന്നുണ്ട് ദ ബാർസ് ആർ റസ്റ്റി. അപ്പോൾ പഴകി തുരുമ്പ് പിടിച്ച ഇരുമ്പ് കമ്പികൾ. അപ്പോൾ സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നത് ഓൾഡ് ആണ്, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ നദി ഒഴുകുന്നത് തുരുമ്പ് പിടിച്ച പഴയ പാലങ്ങളുടെ അടിയിലൂടെയാണ്. പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവ പഴകിയതും തകർന്നതുമാണ്. അപ്പോൾ കവി ഇവിടെ ഒരു റിയലിസ്റ്റിക് വ്യൂ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദ വെറ്റ് സ്റ്റോൺസ് ഗ്ലിസണിങ് ലൈക്ക് സ്ലീപ്പി ക്രൊക്കഡൈൽസ്. ഗ്ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിങ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് കവി? നദിയിലെ നനഞ്ഞ കല്ലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുമ്പോൾ അവ ഉറങ്ങുന്ന മുതലകളെ പോലെ തോന്നുന്നു. ഇതൊരു സിമിലി, ഒരു ഉപമയാണ്. അതായത് നദി ശാന്തവും മനോഹരവും പോലെ തോന്നുന്നു, പക്ഷേ മുതലകളെപ്പോലെ അത് അപകടകാരിയാകാനും കഴിയും. അപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഹിഡൻ ഡേഞ്ചറിനെയാണ്. ദ ഡ്രൈ വൺ ഷേവൻ വാട്ടർ ബഫലോസ് ലോഞ്ചിങ് ഇൻ ദ സൺ. അപ്പം ഷേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഹെയർ, അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള. അതുപോലെ ലോഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈങ് ഓർ സിറ്റിംഗ് ഇൻ എ റിലാക്സ്ഡ്, അല്ലെങ്കിൽ ഒരു ലേസി വേയിൽ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വാട്ടർ ബഫലോസ് ലോഞ്ചിങ് ഇൻ ദ സൺ. ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ സുഖമായി കിടക്കുന്ന വാട്ടർ ബഫലോസ്, കാളകൾ. അപ്പോൾ കാളകൾ എന്ന ഉപമ നിശ്ചലതയും ക്ഷീണവും കാണിക്കുന്നു. അപ്പോൾ വേനലിൽ നദി ദുർബലമാകുന്നു. അപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ആ ലേസിനെസ് ആൻഡ് ലൈഫ്ലെസ്നെസ് ഡ്യൂറിങ് സമ്മർ സീസണാണ്. അപ്പോൾ ഇതിലൂടെ വേനൽക്കാല നദിയുടെ കഠിനവും യാഥാർത്ഥ്യവുമായ അവസ്ഥയാണ് കവി വരച്ചു കാട്ടുന്നത്. മറ്റു കവികൾ നദിയുടെ ഭംഗി മാത്രം പാടുന്നു എന്ന് ഒരു വിമർശനമാണ് ഇവിടെ കവി കൊടുക്കുന്നത്. ഹി വാസ് ദെയർ ഫോർ എ ഡേ. ഇനി അടുത്ത ഒരു ഫ്ലഡ് സീനാണ് വിവരിക്കുന്നത്. ഓക്കെ. ഹി വാസ് ദെയർ ഫോർ എ ഡേ വെൻ ദേ ഹാഡ് ദ ഫ്ലഡ്സ്. അപ്പോൾ കവിക്ക് ഒരു ദിവസം അവിടെ കഴിയാൻ കഴിഞ്ഞു. ഏത് സമയത്ത്? ഡ്യൂറിങ് ഫ്ലഡ് ടൈം, വെള്ളപ്പൊക്ക സമയത്ത്.
People everywhere talked of the inches rising of the precise number of cobbled steps run over by the water. അപ്പോൾ എല്ലാവരും എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ദേ ടോക്ട് അബൌട്ട് വാട്ടർ ലെവൽ റൈസിങ്, വെള്ളത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ വെള്ളം എത്ര ഇഞ്ച് ഉയർന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു. എത്ര പടികൾ മുങ്ങി, അങ്ങനെയുള്ള കണക്കുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ മനുഷ്യരുടെ നഷ്ടത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. പീപ്പിൾ എങ്ങനെയാണ് ഫ്ലഡിനെ മെഷർ ചെയ്തത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോട്ട് ട്രാജഡി. ഇപ്പോൾ വെള്ളം മുങ്ങിയ പടികളുടെ കൃത്യമായ എണ്ണം പറഞ്ഞു. ഫോക്കസ് ഓൺ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ സഫറിങ്. റൈസിങ് ഓൺ ദ ബാത്തിങ് പ്ലേസസ്, അപ്പോൾ കുളിസ്ഥലങ്ങൾ വരെ വെള്ളം ഉയർന്നു. ആൻഡ് ദ വേ ഇറ്റ് ക്യാരിഡ് ഓഫ് 3 വില്ലേജ് ഹൗസസ്, ഇറ്റ് ഡിസ്ട്രോയ്ഡ് 3 ഹൗസസ്, 3 വീടുകൾ ഒഴുക്കി പെട്ടു. 1 pregnant woman, അതായത് എ pregnant woman died, മരിച്ചു. ആൻഡ് എ കപ്പിൾ ഓഫ് കൗസ് നെയ്മഡ് ഗോപി ആൻഡ് ബൃന്ദ ആസ് യൂഷ്വൽ. അപ്പോൾ ഗോപിയും ബൃന്ദയും എന്ന 2 പശുക്കളും മരിച്ചു. അപ്പോൾ വിമൻസ് നെയിം ഈസ് നോട്ട് മെൻഷൻഡ് ഹിയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്താണ്? പശുക്കളുടെ പേര് പറയുമ്പോൾ ആ ഗർഭിണിയായ സ്ത്രീയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് സമൂഹത്തിൻ്റെ വിചിത്രമായ മുൻഗണനകളെ കാണിക്കുന്ന വരികളാണിവ. അതുപോലെ അടുത്തത് ഒരു മെയിൻ ക്രിറ്റിസിസം തന്നെയാണ്. The new poet still quoted the old poet, but no one spoke in verse of the pregnant woman drowned. പുതിയ കവികളും പഴയ കവികളെപ്പോലെ തന്നെ, അതായത് യാഥാർത്ഥ്യങ്ങൾ അവഗണിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമാണ് അവരുടെ കവിതകളിൽ അവർ എഴുതുന്നത്. എന്നാൽ ആരും കവിതയിൽ എഴുതിയില്ല, ഇല്ലെങ്കിൽ പറഞ്ഞില്ല എന്തിനെക്കുറിച്ച്, വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയ ഗർഭിണിയെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. അപ്പം ഗർഭിണിയായ സ്ത്രീയുടെ ദുരന്തത്തെക്കുറിച്ച് ആരും കവിതകളിൽ പറഞ്ഞില്ല. With perhaps twins in her, she might have had twins. Maybe ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടായിരിക്കാം. Kicking at blank walls even before birth. അപ്പം ദ ബേബീസ് മൂഡ് ഇൻസൈഡ് ഹെർ വൂംബ്. അപ്പം ആ ഒരു നിമിഷത്തിലെ ഹെൽപ്ലെസ്നെസ് എടുത്തു കാണിക്കുകയാണ് ഇവിടെ. He said the river has water enough to be poetic about only once a year. അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കവിത എഴുതാൻ തക്ക വെള്ളം ഈ നദിയിൽ ഉണ്ടാകൂ. അതായത് മഴക്കാലത്ത് മാത്രമേ നദിയിൽ വെള്ളം നിറഞ്ഞൊഴുകൂ. അതുപോലെ ബാക്കി സമയത്ത് നദി വരണ്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ കവികൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം നദിയെക്കുറിച്ച് കവിതകൾ എഴുതുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഇവിടെ കവി മറ്റ് കവികളെ വിമർശിക്കുകയാണ്. അതായത് നദിയുടെ മഹത്വം മാത്രം എഴുതുന്നു, അതുപോലെ നദിയുടെ വരണ്ട അവസ്ഥയെക്കുറിച്ച് എഴുതുന്നില്ല, അതുപോലെ തന്നെ പ്രളയത്തിൽ മരിക്കുന്നവരെക്കുറിച്ച് എഴുതുന്നില്ല, ജനങ്ങളുടെ ദുഃഖത്തെക്കുറിച്ച് മറ്റു കവികൾ എഴുതുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പോയറ്റിക് എബൌട്ട് എന്നത് ഇവിടെ ഒരു പരിഹാസമായി ഉപയോഗിച്ചിരിക്കുന്നത്. And then it carries away. In the first half are 3 village houses, a couple of cows named Gobi and Brinda, and 1 pregnant woman. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വരികളാണിത്. Expecting identical twins with no moles on their bodies with different colored diapers to tell them apart. അപ്പോൾ പ്രളയ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റിംഗ് ഐഡൻറ്റിക്കൽ ട്വിൻസ് വിത്ത് നോ മോൾസ് ഓൺ ദെയർ ബോഡീസ്. അപ്പോൾ ഒരു ഗർഭിണി ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനിരിക്കുകയായിരുന്നു. അതായത് അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരിക്കാം എന്ന് പറയുന്നു ഇവിടെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുക്, അപ്പോൾ അടയാളങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാൻ വ്യത്യസ്ത നിറത്തിലുള്ള ഡയപ്പർ ഇടേണ്ടി വരും എന്ന് കവി ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ദൃശ്യരൂപം വൈഗൈ നദിയിലെ പ്രളയത്തെ തുടർന്ന് സംഭവിച്ച ദാരുണവും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മനുഷ്യ നഷ്ടത്തെ എടുത്തു കാട്ടുന്നു. അപ്പോൾ ഈ ഒരു ഇമേജറി അല്ലെങ്കിൽ ദൃശ്യരൂപം ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും പൂർണ്ണ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? എംഫസൈസിങ് ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഈ കവിതയുടെ തീംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് ഓഫ് സൊസൈറ്റി, അതുപോലെ തന്നെ ക്രിറ്റിസിസം ഓഫ് ട്രഡീഷണൽ പോയറ്റ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ സഫറിങ്സ് ഇഗ്നോർഡ്, മനുഷ്യവേദന അവഗണിക്കപ്പെടുന്നു എന്നൊരു തീമും ഇതിലുണ്ട്. അതുപോലെ ഈ കവിതയുടെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടകീയമായ സംഭവങ്ങളെ മാത്രം മഹത്വപ്പെടുത്താതെ സാധാരണ ജനങ്ങളുടെ വേദനയും സാഹിത്യത്തിൽ പ്രതിഫലിപ്പിക്കണം എന്ന സന്ദേശമാണ് AK രാമാനുജൻ ഈ കവിതയിലൂടെ നൽകുന്നത്. I hope you are clear with this explanation. Thank you. Have a nice day.